ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പം ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല. പലരും ചോദിക്കുന്നുണ്ട് എന്നത്തേക്കായിരുന്നു ആ ഒരു കേസ് മാറ്റിവെച്ചത്, എന്തായി എന്ന നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഒരു വിവരം, ഹൈറിച്ച് എന്നത്തെ പോലെയും ഇന്നും ആ ഒരു കേസ് മാറ്റിവെച്ചു എന്നാണ്. ഏപ്രിൽ 1 ഒരു വിഡ്ഢിദിനത്തിലേക്കാണ് ആ ഒരു കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. ഏപ്രിൽ 1 വീണ്ടും ഈ ഒരു കേസ് പരിഗണിക്കും. അതും വീണ്ടും മാറ്റിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു മൂവ്മെന്റിന് ഹൈറിച്ച് മുതിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊക്കെ കോടതിയിൽ വാദിക്കായിരുന്നു. അപ്പം ഇന്നും അത്തരത്തിലുള്ള വാദത്തിനൊന്നും തന്നെ ഹൈറിച്ചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. ആ കേസ് മാറ്റിവെച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 4-മത്തെയോ 5-മത്തെയോ തവണയാണ് ഈ ഒരു കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നത്. അപ്പം ഇതിങ്ങനെ നീണ്ടു പോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് വാദിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേസ് മാറ്റിവെക്കുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഹൈറിച്ച് മാനേജ്മെന്റ് ആണ് ഈ ഹൈറിച്ച് യൂണിയനുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത്. അത്തരത്തിലുള്ള ഒരു അപ്ഡേഷനും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. എന്താണ് ഇപ്പം ഹൈറിച്ചിൽ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഏപ്രിൽ 1 കേസ് മാറ്റി വെച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് ഏപ്രിലിൽ സമ്മർ വെക്കേഷൻ വരുന്നുണ്ട് കോടതിയുടെ. അങ്ങനെ വരികയാണെങ്കിൽ കേസ് പിന്നെയും നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് സമ്മർ വെക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കേസിൽ എന്ന് വാദം നടക്കും എന്നതും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഹൈറിച്ചിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു വാദം ആരംഭിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഒന്നും ഇതുവരെ എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പം ഏപ്രിൽ 1 ഈ ഒരു കേസ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം ഏപ്രിൽ 1 ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ സമ്മർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അടുത്ത ഡേറ്റ് എപ്പോഴാണെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും.